RDX ആദ്യ വിഷയത്തിലേക്ക്. സിനിമാ സെൻസറിങ്ങും റിലീസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യൻ കോടതികളുടെ ഭാഗത്തു നിന്നുണ്ടായ രണ്ട് ഇടപെടലുകളാണ് RDXൽ ഇന്ന് ആദ്യം. ഒന്ന്, കേരളത്തിലുണ്ടായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദം. ജാനകിക്ക് V എന്നൊരു ഇനിഷ്യൽ നൽകി കേസ് കോടതി മുറിയിൽ സെറ്റിലായി. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച 96 കട്ടിന് പകരം ജാനകിക്ക് ഇനിഷ്യൽ ഇടാനും സിനിമയിലെ കോടതി രംഗങ്ങളിലെ ജാനകി വിളി മ്യൂട്ട് ചെയ്യാനുമാണ് കേരള ഹൈക്കോടതിയിലുണ്ടായ ധാരണ. രാജ്യം ഞെട്ടിത്തരിച്ച ഒരു ഹീന കുറ്റകൃത്യത്തെ അധികരിച്ച് നിർമ്മിച്ച ഒരു ഹിന്ദി സിനിമ പ്രത്യേക മതവിഭാഗത്തിനെതിരായ ഉള്ളടക്കം പേർന്നു എന്നാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ച മറ്റൊരു ഹർജി. ഉദയ്പൂർ ഫയൽസ് കനയ്യലാൽ ടൈലർ മർഡർ എന്നതൊരു പ്രൊപ്പഗാൻഡ ചിത്രമാണ് എന്നും റിലീസിംഗ് തടയണം എന്നും ആവശ്യപ്പെടുന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് കാട്ടി സുപ്രീം കോടതി ആ ഹർജി മടക്കി. ആ സിനിമയുടെ റിലീസിംഗിന് തടസ്സമൊന്നും ഉണ്ടാകില്ല എന്നിതോടെ ഉറപ്പാവുകയും ചെയ്തു. RDX ഇത് രണ്ടും താരതമ്യം ചെയ്ത് ഒന്ന് പരിശോധിക്കുന്നു. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിൽ 96 കട്ടുകളാണ് കേന്ദ്ര സെൻസർ ബോർഡ് ആദ്യം നിർദ്ദേശിച്ചിരുന്നത്. ഇതിൽ സിനിമയുടെ ടൈറ്റിൽ മാറ്റണമെന്നും കോടതി രംഗത്തിൽ കഥാപാത്രത്തിന്റെ പേര് മ്യൂട്ട് ചെയ്യണമെന്നുമുള്ള നിർദ്ദേശം നിർമ്മാതാക്കൾ അംഗീകരിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ഒത്തുതീർപ്പ്. നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തി സിനിമയുടെ പുതിയ പതിപ്പ് ഉടൻ സെൻസറിങ്ങിന് നൽകും. ഈ മാസം 18-ന് ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ആലോചിക്കുന്നത്. നിബന്ധനകൾ അംഗീകരിച്ചാൽ 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്ന നിലപാടിലാണ് സെൻസർ ബോർഡ്. ജാനകി എന്ന ടൈറ്റിൽ കഥാപാത്രം ബലാത്സംഗ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നിരവധി അനുഭവങ്ങൾക്കും വിധേയയായ ആളാണെന്ന് സെൻസർ ബോർഡ് കോടതിയിൽ വാദിച്ചു. ഹിന്ദുത്വ അജണ്ട ചൂണ്ടിക്കാട്ടി ഉദയ്പൂർ ഫയൽസ് കനയ്യലാൽ ടൈലർ മർഡർ എന്ന ചിത്രത്തിന്റെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതിയും പരിഗണിച്ചിരുന്നു. യഥാർത്ഥ സംഭവവുമായി ബന്ധപ്പെട്ട കേസിലെ വിചാരണയെ ബാധിക്കുമെന്നതടക്കം ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി അടിയന്തരമായി ലിസ്റ്റ് ചെയ്യാൻ കോടതി വിസമ്മതിച്ചു. ഇതോടെ ചിത്രം ജൂലൈ 11-ന് റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായി. RDX റാപ്പ് ന്യൂസ് മലയാളം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിഷയത്തിൽ ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കാം. ജാനകി എന്ന പേര് സിനിമയുടെ നിർമ്മാതാക്കൾ ഉപയോഗിച്ചത് മനഃപൂർവ്വമാണ് എന്ന് തന്നെയാണ് സെൻസർ ബോർഡ് ഇന്നും ആവർത്തിച്ചത്. രാമായണത്തിലെ സീതയുടെ പര്യായമാണ് ജാനകി എന്ന വാദം സെൻസർ ബോർഡ് ആവർത്തിച്ചു. ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നത് ഒരു മതവിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്താനാണ്. അഭിഭാഷകനായ നായക കഥാപാത്രം ജാനകി എന്ന കഥാപാത്രത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മതവികാരം വ്രണപ്പെടുത്തും എന്നതുമാണ് ഈ സെൻസർ ബോർഡ് പറയുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുമോ, പോൺ വീഡിയോ കാണുമോ എന്നെല്ലാം അഭിഭാഷകൻ ചോദിക്കുന്നത് ശരിയല്ല. ജാനകി എന്ന കഥാപാത്രത്തെ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടയാൾ സഹായിക്കാൻ എത്തുന്നതായി കാണിക്കുന്നത് ഗൂഢമാണ് എന്നുകൂടി സെൻസർ ബോർഡ് ഇന്ന് കോടതിയിൽ പറഞ്ഞു വെച്ചു. ടൈറ്റിലിൽ ജാനകിക്ക് ഇനിഷ്യൽ ചേർത്തേ മതിയാകൂ എന്ന് ആവർത്തിച്ച് സെൻസർ ബോർഡ് കടുംപിടുത്തം പിടിച്ചു. സിനിമയ്ക്കായി വലിയ തോതിൽ പണം മുടക്കിയെന്നും ഇനി പേര് മാറ്റാനാകില്ല എന്നും ആദ്യം നിർമ്മാതാക്കൾ പറഞ്ഞു. ഒടുവിൽ സെൻസർ ബോർഡ് നിർദ്ദേശപ്രകാരം ജാനകി V എന്നാക്കി ടൈറ്റിൽ മാറ്റാം എന്ന് സമ്മതിച്ചു. ക്രോസ് വിസ്താര സമയത്ത് ജാനകി എന്ന പ്രയോഗം മ്യൂട്ട് ചെയ്യാമെന്നും സമ്മതിച്ച് ഒടുവിൽ ഒത്തുതീർപ്പായി. ഈ ജാനകി വിവാദത്തിന്റെ നാൾ വഴി ഒന്ന് വേഗത്തിൽ പരിശോധിക്കാം. തിരുവനന്തപുരത്തെ CBFC റീജിയണൽ ഓഫീസ് UA സർട്ടിഫിക്കറ്റ് നൽകി ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയിരുന്നു. റീജിയണൽ ഓഫീസ് സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ നൽകിയത് ഒരു കട്ട് പോലും ഇല്ലാതെയാണ്. പിന്നീട് ചിത്രം മുംബൈയിലെ CBFC ആസ്ഥാനത്തേക്ക് അയച്ചു. പ്രദർശനാനുമതി നിഷേധിച്ചത് അവിടെയാണ്. രേഖാമൂലമല്ല, സെൻസർ ബോർഡ് ചെയർമാൻ വാക്കാലാണ് ഈ നിർദ്ദേശം നൽകിയത് എന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. സെൻസർ ബോർഡ് നിർദ്ദേശത്തിനെതിരെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചു. ജാനകി എന്ന പേര് സിനിമയ്ക്ക് നൽകിയതിനെ ആദ്യം കോടതി അഭിനന്ദിച്ചിരുന്നു. ബോർഡ് നിലപാടിനെതിരെ ശക്തമായ വിമർശനമുയർത്തി FFK അടക്കമുള്ള സിനിമാ സംഘടനകൾ രംഗത്തെത്തി. DYFI അടക്കമുള്ള സംഘടനകളും സെൻസർ ബോർഡിനെതിരെ അവരെ വിമർശിച്ച് രംഗത്തെത്തി. ചിത്രത്തിലെ നായകൻ കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൗനം പാലിച്ചതും ചർച്ചയായി. കേസിൽ വിധി പറയുന്നതിനായി ഹൈക്കോടതി ജസ്റ്റിസ് N നഗരേഷ് സിനിമ കണ്ടിരുന്നു. ഈ ജാനകി എന്ന പേരിനുള്ള വെട്ട് ഇതാദ്യമായല്ല സംഭവിക്കുന്നത്. MP പത്മകുമാർ എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത ഒരു സ്വതന്ത്ര സിനിമയ്ക്കും ഇതേ വിധിയുണ്ടായി. എബ്രഹാമും ജാനകിയും തമ്മിലുള്ള പ്രണയമായിരുന്നു പ്രമേയം. സർട്ടിഫിക്കറ്റ് കിട്ടാൻ ജാനകിയെ ജയന്തിയാക്കി മാറ്റേണ്ടി വന്നു. ഇനി ഉദയ്പൂർ ഫയൽസ് എന്ന ഇന്നിപ്പോൾ സുപ്രീം കോടതി അനുമതി കൊടുത്തിരിക്കുന്ന സിനിമയെക്കുറിച്ച് കൂടി. ഉദയ്പൂർ ഫയൽസ് കനയ്യലാൽ ടൈലർ മർഡർ എന്ന സിനിമയുടെ റിലീസ് തടയാതെ സുപ്രീം കോടതി. ചിത്രത്തിന്റെ റിലീസ് തടയണമെന്ന ഹർജി അടിയന്തരമായി ലിസ്റ്റ് ചെയ്യാൻ വിസമ്മതിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. ജൂലൈ 11-ന് ചിത്രം റിലീസ് ചെയ്യുന്നതിനെതിരെ ഹർജി നൽകിയ കനയ്യലാൽ കൊലക്കേസ് പ്രതിയാണ് ഇത് ഹർജി നൽകിയിരുന്നത്. ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശ ലംഘനമാകും എന്നാണ് കേസിലെ 8ാം പ്രതി ജാവേദ് പറഞ്ഞത്. ചിത്രം വർഗീയ പ്രകോപനപരമാണ്, നിയമപരമായ നടപടിക്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നുമാണ് വാദം. നീതിയെ ബാധിക്കുന്ന കാര്യത്തിൽ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഹർജിക്കാരൻ പറയുന്നു. ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശത്തെ
ഈ സിനിമ ബാധിക്കും എന്നുകൂടിയാണ് വാദം. ഇനി എന്തായിരുന്നു ഉദയ്പൂർ സംഭവം എന്ന് കൂടി നോക്കാം. 2022 ജൂണിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ തയ്യൽക്കാരനായ കനയ്യലാലിന്റെ കൊലപാതകമാണ് സിനിമയുടെ ഇതിവൃത്തം. പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ പ്രകോപനപരമായ പോസ്റ്റിട്ട BJP നേതാവ് നൂപുർ ശർമ്മയെ കനയ്യലാൽ പിന്തുണച്ചു. നൂപുർ ശർമ്മയെ പിന്തുണച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ കനയ്യലാൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. കനയ്യലാലിനെ മുഹമ്മദ് റിയാസ് അട്ടാരി, ഗൗസ് മുഹമ്മദ് എന്നിവരും കൂട്ടാളികളും ചേർന്ന് കൊലപ്പെടുത്തി എന്നതാണ് കേസ്. പ്രതികാര കൊലയാണെന്ന് അവകാശപ്പെടുന്ന ഈ കേസിന്റെ വിചാരണ ജയ്പൂർ NIA കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഇനി വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, ചില വിലക്കുണ്ടായ സിനിമകൾ, വിലക്കില്ലാതെ വന്ന സിനിമകൾ, എന്നാൽ വിലക്കപ്പെടേണ്ടതെന്ന് പൊതുസമൂഹം തന്നെ വിലയിരുത്തപ്പെട്ട സിനിമകൾ, അതൊന്ന് പരിശോധിച്ചു പോകണമല്ലോ. കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി അടക്കം ഹിന്ദുത്വ പ്രൊപ്പഗാൻഡ സിനിമകൾ തടസ്സമില്ലാതെ തിയേറ്ററുകളിലെത്തി. സ്വതന്ത്ര വീർ സവർക്കർ, ദ സബർമതി റിപ്പോർട്ട്, ആർട്ടിക്കിൾ 370, ഛാവ, റസാക്കർ തുടങ്ങിയ പ്രൊപ്പഗാൻഡ സിനിമകളുടെ പരമ്പര തന്നെ ഉണ്ടായി. വ്യാജവാദങ്ങളും ആരോപണങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ഈ സിനിമകളിൽ ബഹുഭൂരിപക്ഷവും. കാശ്മീർ ഫയൽസ് റിലീസ് തടയണം എന്നാവശ്യപ്പെടുന്ന പൊതു താൽപര്യ ഹർജി ബോംബെ ഹൈക്കോടതി തള്ളുകയായിരുന്നു. വെറുപ്പ് പ്രചരിപ്പിക്കുന്നു എന്ന് വിമർശനം നേരിട്ട കാശ്മീർ ഫയൽസ് 2022 ദേശീയോദ്ഗ്രഥന പുരസ്കാരവും നേടി. പച്ച നുണകൾ മാത്രം നിറച്ചൊരുക്കിയ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കും കേന്ദ്ര സെൻസർ ബോർഡിന്റെ അനുമതി കിട്ടി. കടുത്ത വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ 10 കട്ടുകൾ നിർദ്ദേശിച്ചു. കോടതിയിൽ സെൻസർ ബോർഡിന്റെ പിന്തുണയുമുണ്ടായി. സനീഷ്, ഇത് 10 കോടതിയുടെ പിന്തുണയുമുണ്ടായി. 10 കട്ട് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് 2 ബൈറ്റുകൾ കൂടി കാണേണ്ടതുണ്ട്. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം വേണമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ ജാനകി വിവാദത്തിൽ പ്രതികരിച്ചു. ഇപ്പോഴുണ്ടായത് സമവായമാണ്, താൽക്കാലിക നീതി അല്ല എന്നും B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതിലേക്ക് വേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി, ആദരണീയനായ കേന്ദ്രമന്ത്രിക്ക് ശ്രീ സുരേഷ് കുമാർ ഒരു നിവേദനം ഇൻഡസ്ട്രിയുടേതായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹവുമായി നേരിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് പോലെ ഇതിനകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പൊളിച്ചെഴുത്ത് മാത്രമല്ല, വളരെ സെൻസിബിലിറ്റിയുള്ള ഒരു കമ്മിറ്റിയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. എനിക്കറിയാവുന്നത് റിവൈസിങ് കമ്മിറ്റിക്ക് മുകളിൽ ഒരു അതോറിറ്റി വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മയപ്പെട്ടത് എങ്ങനെ? ഇനി നമ്മൾ അറിയാതൊരു റിവൈസിങ് കമ്മിറ്റി പിന്നെയും ഓൺലൈനായിട്ടോ വല്ലതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. സിനിമ പുറത്തിറക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന എന്ന് ചിത്രത്തിന്റെ സംവിധായകൻ പ്രവീൺ നാരായണൻ പറഞ്ഞു. റിലീസ് നീട്ടിക്കൊണ്ടുപോയാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും സംവിധായകൻ പറഞ്ഞു. 2 കൂട്ടർക്കും സാർ പറഞ്ഞതുപോലെ 2 കൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഈ കേസിൽ ആരാണ് ജയിച്ചത് എന്ന് പറയാനാവാത്ത വിധം ആണ് കോടതിയിൽ ഇത് ഒരു ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നത്. ഒത്തുതീർപ്പുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇരു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് എന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതങ്ങനെയല്ല. സംവിധായകന് ഇതിൽ വിയോജിപ്പുണ്ട്, പക്ഷേ നിവൃത്തികേടാണ് അവർ പറയുന്നത്. ഫെഫ്ക സിനിമ സംഘടനകൾക്ക് വിയോജിപ്പുണ്ട്, അവരും ഈ നിവൃത്തികേട് മാത്രമാണ് മുന്നോട്ട് പറയുന്നത്. ആ നിലയ്ക്ക് നോക്കിയാൽ സെൻസർ ബോർഡ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. മാത്രമല്ല പരാജയപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന സിനിമാ സംഘടനകളോ സംവിധായകനോ അല്ല. അതിനും അപ്പുറത്ത് ഇവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഭരണഘടനയാണ് എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. സത്യത്തിൽ ഇതിനിപ്പോൾ കോടതി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴെങ്കിലും കുറെ കൂടി വ്യക്തതയോടെ ഈ വിഷയത്തിലൊരു വിധിയുണ്ടാകും, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉണ്ടാകുമെന്ന് കരുതാമല്ലേ? ഇതിലിപ്പം എബ്സേർഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് അർത്ഥം എന്താണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ഉഗ്രൻ കേസ് സ്റ്റഡി ആയിട്ട് വേണം നമ്മളിതിനെ കാണാം. അസംബന്ധം എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്ട്രീം അബ്സേർഡിറ്റിയാണ് ഈ സംഭവത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കോടതി വരെ പോയിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ അത്ഭുതകരമാണ്. ഇത് കേരളത്തിലാണല്ലോ സംഭവിക്കുന്നത്, കേരള കോടതിയിലാണല്ലോ സംഭവിക്കുന്നത് എന്നത്. ഇതിലിപ്പോൾ സിനിമാക്കാരുടെ കൂടെ നിൽക്കുക എന്നതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സിനിമാക്കാർക്കറിയാം, അദ്ദേഹത്തിൻ്റെ സിനിമാക്കാരുടെ അഭിഭാഷകനും സിനിമാക്കാർ തന്നെയും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇത് വേണമെങ്കിൽ കേസ് നടത്തി മുന്നോട്ട് പോകാം. പക്ഷേ ഇത് വലിയ ലക്ഷങ്ങൾ കോടികൾ ഇട്ടുള്ള കളിയാണ്. ഓരോ ദിവസം കഴിയും തോറും അവരുടെ റിലീസ് ഡേറ്റ് മാറ്റിവെക്കുകയാണെങ്കിൽ പ്രയാസത്തിലേക്ക് പോയാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ എന്ന് കണ്ട് അവർ തിരിച്ചു വന്ന് സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് മനസ്സോടെയല്ല അവർ ജാനകി എന്ന പേര് B ജാനകി എന്ന് മാറ്റുന്നത്.
എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് മാത്രമല്ല, നേരത്തെ ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നത്, നമ്മൾ നേരത്തെ കേൾപ്പിച്ച ബൈറ്റിനപ്പുറത്ത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയേണ്ടായിരുന്നു. അതായത് കോടതിക്കകത്ത് സെൻസർ ബോർഡിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്ന്, ഈ സിനിമ ഇങ്ങനെ നിർഭാഗ്യകരമായ സാഹചര്യത്തിലായിപ്പോയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടി വരും അതിനകത്തുള്ള കഥയുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞാനത് ആവർത്തിക്കുകയാണ്. അതായത് സിനിമക്കകത്ത് ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടിയുടെ പേരാണ് ജാനകി എന്ന്. ആ പെൺകുട്ടിക്ക് വേണ്ടി നിർണായകമായ ഒരു ഘട്ടത്തിൽ വരുന്ന അഭിഭാഷകൻ കോടതിയിൽ, ഇതൊരു കോർട്ട് ഡ്രാമയോ മറ്റോ ആണല്ലോ, പേര് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നല്ലോ, അവിടെ വരുന്ന ഒരു ഇതര മതസ്ഥനായ ഒരു അഭിഭാഷകനാണ്. അത് ചൂണ്ടിക്കാണിച്ചത്രേ സെൻസർ ബോർഡ്. എനിക്കത് മനസ്സിലാകുന്നേ ഇല്ല. ഏത് മതത്തിലുള്ള ആളുകൾക്കും എങ്ങനെയും ജീവിക്കാവുന്ന ഇന്ത്യ പോലൊരു സെക്കുലർ രാജ്യത്തിനകത്ത് ഇത് പാടില്ല എന്ന് ഒരു സർക്കാർ സംവിധാനം പറയുകയാണ്. ഇതിനകത്ത് ഏറ്റവും അബ്സേർഡായിട്ടുള്ളതും ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം, ഈ സിനിമയെ വെച്ചുകൊണ്ട് ഇമാതിരിയുള്ള അബ്സേർഡായിട്ടുള്ള വർഗീയ കളി കളിക്കുന്നത് ഒരു സർക്കാർ സംവിധാനമാണ് എന്നാണ്. അതായത് ഒരു നിലക്കും ഈ തരത്തിൽ മതപരമായിട്ടുള്ള ഛായകളൊന്നുമില്ലാത്ത ജാനകി എന്ന് വെച്ചാൽ ഈ നാട്ടിൽ എത്രമാത്രം പേരുകളുണ്ട് ജാനകി എന്ന്. ഈ നാട്ടിലെ വില്ലന്മാരും വില്ലത്തികളും നായകരും നായികമാരും ചെറിയ കുട്ടികളും വളരെ മുതിർന്ന ആളുകളും. എൻ്റെ 80 വയസ്സിൽ എൻ്റെ അമ്മയുടെ പേര് ജാനകി എന്നാണ്. എത്രയോ ചെറിയ പെൺകുട്ടികളുടെ പേര് സ്കൂളിൽ പഠിക്കുന്ന ലിസ്റ്റിലും ജാനകി എന്ന പേരുണ്ട്. അപ്പോൾ ജാനകി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു പേരാണ്. ആ പേരിൻ്റെ മുകളിൽ ഇങ്ങനെയൊരു കാര്യം ചാർത്തി കൊടുത്തിട്ട് ഇനീഷ്യൽ ഇല്ലാതെ പറ്റില്ല എന്നൊരു നിലപാടെടുപ്പിച്ചു. എന്ന് മാത്രമല്ല, ഞാൻ ആദ്യ ദിവസം മുതൽ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ നീതി പരിശോധിച്ചിട്ട് നീതിയുക്തമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടുന്ന കോടതി സിനിമ കാണട്ടെ എന്ന് പറയുകയും ഇവിടെ ഒരു മധ്യസ്ഥ ചർച്ചകളിലേക്ക്, ഇപ്പോൾ ഒരു മധ്യസ്ഥ ചർച്ചയാണല്ലോ ഉണ്ടായിരിക്കുന്നത്, മധ്യസ്ഥം നിങ്ങൾ ഏതെങ്കിലും ഒന്നങ്ങ് വഴങ്ങൂ എന്നൊരാൾ നിന്ന്, അത് കോടതിയിൽ പോയിട്ട് കോടതി നീതിയും ന്യായമല്ലേ പരിശോധിക്കേണ്ടത്. ഇതിനകത്ത് ലോജിക്കില്ലാത്തൊരു കാര്യം, ഒരു തരത്തിലും ലോജിക്കില്ലാത്തൊരു കാര്യം, എബ്സേർഡ് എന്ന് കണ്ണടച്ച് പറയാവുന്ന ഒരു സംഗതിക്ക് കോടതി വകവെച്ച് കൊടുക്കരുതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതുവഴി ഇതിൽ കൊണ്ട് ഉദ്ദേശിച്ച ആളുകൾ നേടിക്കഴിഞ്ഞു. ഹർഷൻ പറയുന്ന പോലെ തന്നെ അവർ വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ജാനകി എന്ന പേരിനെ ഒരു പ്രശ്ന പേരായിട്ട് അവർ സമൂഹത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ജാനകി എന്ന പേര് ഇനിയൊരു സിനിമാ ക്യാരക്ടറിടാൻ സിനിമാക്കാർ പേടിക്കും. കാരണം സിനിമാക്കാർ മറ്റ് കഥയെഴുത്ത് കവിത എഴുത്ത് കലാകാരന്മാരെ പോലെയല്ല, അവരുടെ കലയിൽ പണം വലിയ തോതിൽ പമ്പ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് അത് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ സിനിമ എടുക്കുന്ന ഒരു സംവിധായകനും തിരക്കഥാകൃത്തും ജാനകി എന്ന പേര് എഴുതില്ല. ജാനകി എന്ന പേര് ഞങ്ങൾ റിസർവ് ചെയ്തിരിക്കുകയാണ് എന്നവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അത് ഈ സിനിമാ മേഖലയിലെ ആംഗ്രി യങ്മാന്മാരൊന്നും ഇക്കാര്യത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നമ്മൾ പ്രത്യേകം കാണണം. ഏറ്റവും വലിയ ആംഗ്രി യങ്മാനാണ് സുരേഷ് ഗോപി. അദ്ദേഹം അതിലെ നായകനാണ്. അദ്ദേഹം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ അധികാര പദവി കൂടെയുണ്ട്, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നെ മറ്റ്, ഞാൻ ആ പേര് പറയുന്നില്ല, അത് നമ്മൾ ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതെന്ന് തോന്നുന്നുണ്ടാകും. പക്ഷേ സിനിമാ മേഖലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ആഞ്ഞടിക്കുന്ന ആംഗ്രി യങ്മാന്മാരായിട്ടുള്ള നക്സൽ ഭൂതകാലമൊക്കെയുള്ള മനുഷ്യന്മാർ പോലും ഒരു അക്ഷരം വേണ്ടിയായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു ജാനകി എന്ന പേര് ഉപയോഗിക്കരുത്. പിന്നീട് കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയത്തിൻ്റെ വ്യാപനത്തിനുള്ള സംഗതികൾ നടക്കുകയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ചർച്ചയായപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഭാരതാംബ ഒരു വഴിക്ക്, ജാനകി എന്ന് വെച്ചാൽ ഈ വളരെ സാധാരണമായിട്ടൊരു പേരിന് ഇങ്ങനെയൊരു സംഗതി ഉണ്ട് കേട്ടോ എന്ന് പറയുന്നത് മറ്റൊരു വഴിക്ക്. ഇതൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിട്ടാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം ഹർഷൻ. അതായത് ലോകത്ത് ഏറ്റവും പോപ്പുലറായ മനുഷ്യരുടെ പേര്, ഏറ്റവും പോപ്പുലറായ പേരെന്താണ് എന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ, മുഹമ്മദ് എന്ന പേരാണത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇടുന്ന പേര്, ആണും പെണ്ണും എടുത്താൽ ഒരു സിംഗിൾ പേര് ആർക്കാണോ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അത് മുഹമ്മദ് എന്ന പേരാണ്. രണ്ടാമത് അന്വേഷിച്ചാൽ കാണുക മേരി എന്ന പേരാണ്. അതൊരു സ്ത്രീനാമമാണ്. മേരി എന്ന പേരാണ്. മുഹമ്മദ് എന്ന പേര് ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകനുമായിട്ട് അവർക്ക് അഭേദ്യമായ ബന്ധമുള്ള ആളുമായിട്ട് ചേർന്നതാണ്. മേരി ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. സെമറ്റിക് മതങ്ങളുടെ പേരുകളാണ്. മുഹമ്മദ് എന്ന പേരുള്ള എത്ര മനുഷ്യർ ലോകത്തെമ്പാടും നിൽക്കുന്നുണ്ട്. അവരിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുണ്ട്, സത്യസന്ധരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, പലതരത്തിലുള്ള മനുഷ്യരുണ്ട്, പലയിടങ്ങളിലുണ്ട്. ഇന്ത്യക്ക് പുറത്തു പോലും ഉണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട് മുഹമ്മദ് എന്ന പേരുള്ള ആൾ. നാളെ മുതൽ ഒരു മതത്തിൻ്റെ ആളുകൾ വാശി പിടിക്കുകയാണ്, ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും സുപ്രീമായിട്ടുള്ള അതോറിറ്റിയാണ്, ഞങ്ങൾ ഏറ്റവും ആരാധിക്കുന്ന ആളാണ് മുഹമ്മദ് എന്ന ഈ പേരുള്ള ആളുകൾ. നിങ്ങൾ ആ പേര് സിനിമയ്ക്ക് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ മറ്റൊരു കലാസൃഷ്ടിക്ക് ഉപയോഗിക്കരുത്. ആ പേരുള്ള ആളുകൾക്ക് കുഴപ്പം ചെയ്യാൻ ഉള്ള ക്യാരക്ടേഴ്സായിട്ട് സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഇത് ഞാൻ നിശ്ചയമായിട്ടും വിചാരിക്കുന്നു ഇസ്ലാമിലെ ഒരാളും ഇത്രയും കാലമായിട്ട് ഈ മുഹമ്മദ് എന്ന പേര് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഉപയോഗിക്കുകയാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആൾക്ക് പേര് ദത്തമാകുന്നത്, അതിനുശേഷമാണ് ആളുകൾ കുറ്റവാളികളോ അല്ലെങ്കിൽ നല്ലവരോ ആയി പോകുന്നത് വളരുമ്പോഴാണ്. മേരി എന്ന പേര് ഉപയോഗിക്കരുതെന്ന് ക്രിസ്ത്യൻ മതത്തിൻ്റെ അധികാരികൾ വന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇത്തരത്തിലുള്ള അബ്സേർഡായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഹിന്ദുമത വിശ്വാസികളെ അപമാനിക്കുകയാണ് ഈ സെൻസർ ബോർഡ് ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മറ്റൊരാളും ആലോചിക്കുക പോലും ചെയ്യില്ലാത്തൊരു കാര്യം ഇവിടം വരെ എത്തിച്ചിട്ട് ഇങ്ങനെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാനാക്കി എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട, അല്ല അങ്ങേയറ്റം മോശമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. കോടതിയിലേക്ക് എത്തിയപ്പോഴെങ്കിലും കോടതി ഇതിലെ അബ്സേർഡിറ്റി തിരിച്ചറിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു പോകൂ എന്ന് അവരോട് പറയേണ്ടതിന് പകരം
ജാനകിക്ക് മുന്നിൽ വി എന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനത് വാത്മീകി ആശ്രമം ഹൗസ് എന്ന ഒരു അഡ്രസ്സ് കൂടെ കൊടുക്കുകയാണോ കോടതി ചെയ്തിരിക്കുന്നത് എന്നൊരു സെൻസർ ബോർഡ് ചെയ്തിരിക്കുന്ന തമാശയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എബ്സേർഡാണിത്. ഈ വിദ്യാധരൻ എന്നാണ് വി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ വി വന്നു കഴിഞ്ഞാൽ ഈ ജാനകിക്ക് മറ്റൊരു പേരുണ്ട് വൈദേഹി എന്ന്, അതും ഈ വിയിൽ തൂങ്ങിയാൽ വീണ്ടും അതൊരു പ്രശ്നമാക്കാൻ വേണമെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ കരുതി. വെറുതെ ഇട്ട വി ആണെങ്കിൽ ഏതായാലും അത് ഒരു വിദ്യാധരനാണ് എന്നാണ് മനസ്സിലാക്കാൻ. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു ഹർഷ, ഞാൻ എഴുതി വെച്ചത് അതായത് ഇതിനകത്ത് എത്ര പേരുകളുണ്ടെന്നറിയോ. ഈ പറയുന്ന ശാന്ത എന്നത് സീതയുടെ പര്യായമാണത്രേ. സീത, ജാനകി, വൈദേഹി, ഭൂമിജ, സിയ, വാണിജ, രാഘവപ്രിയ, അവനീസുത, രാമപ്രിയ, കരുണാമയി, ധരണിജ, പത്മഹസ്ത, ശാന്ത, സുന്ദരി. നിങ്ങൾക്ക് ശാന്ത എന്ന പേരിടാൻ പറ്റില്ല, സുന്ദരി എന്ന പേര് പോലും ഇടാൻ പറ്റില്ല. സുന്ദരി എന്നൊരു ക്യാരക്ടറിനെ വിളിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഈ എബ്സേർഡായിട്ടുള്ള കളിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതായത് എനിക്കിതിനകത്ത് ഒരു കാര്യം പറഞ്ഞത്, സുരേഷ് ഗോപി ഇതേക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കരുത്. അദ്ദേഹം ആ രോഷം മുഴുവൻ ഉള്ളിൽ ഇങ്ങനെ അടക്കുകയാണ് എന്നാണ് സുരേഷ് കുമാർ അതേക്കുറിച്ച് പറഞ്ഞത്. സുരേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സഹയാത്രികനാണ്, സിനിമയിലും സഹയാത്രികനാണ്, സുഹൃത്താണ്. ആ നിലയ്ക്കൊക്കെ സുരേഷ് കുമാർ പറഞ്ഞതിനെ നമുക്കങ്ങ് ഉൾക്കൊള്ളാം. കാരണം അദ്ദേഹത്തിന് ഇത് അടക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം ഇന്നിപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെടാൻ പോകുന്നത്, കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ പോകുന്നത്, ഈ കമ്മിറ്റി കുറെ കൂടി സെൻസിബിളായ ആളുകളെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്നത് ഞാൻ ആവശ്യപ്പെടാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ ഉൾപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഒരു തരത്തിലും സെൻസിബിൾ അല്ലാത്ത, അങ്ങേയറ്റം തെറ്റായ വിവരങ്ങൾ ഇങ്ങനെ ആളുകൾക്കിടയിലേക്ക് വമിക്കുന്ന സിനിമകൾ ഇങ്ങനെ തുടരെ പുറത്തു വന്നു. ഇപ്പോൾ കാശ്മീർ ഫയൽസിന് ഏറ്റവും മികച്ച ദേശീയോദ്ഗ്രഥൻ എന്ത് സിനിമയ്ക്കാണ് ആ നിലയ്ക്കൊരു അവാർഡാണ് കൊടുത്തത്. ഇപ്പുറത്ത് കേരള സ്റ്റോറി എങ്ങനെയാണ് 38,000 പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് IS കൊണ്ടുപോയി എന്ന് പച്ച നുണ പറയുന്ന സിനിമ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതാർക്കാണ്. പ്രധാനമന്ത്രി അടക്കം ഇറങ്ങി നിന്നിട്ടല്ലേ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പദ്ധതിയെ അനുകൂലിക്കുന്ന, അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയായാണ് ഈ പറയുന്ന സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത്. ആ സെൻസർ ബോർഡിനെ പിന്നെ കൂടുതൽ സെൻസിബിളായി പ്രവർത്തിക്കുന്ന മറ്റൊരു സെൻസർ ബോർഡ് ആക്കാമെന്നുള്ളത് ബി ഉണ്ണികൃഷ്ണൻ്റെ ആഗ്രഹമാണ്. പക്ഷേ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഈ സെൻസർ ബോർഡ് ഇങ്ങനെ പരിമിത ബുദ്ധികളായ ആളുകളെ സെൻസർ ബോർഡിൽ കൊണ്ടുവച്ചതിൻ്റെ ഉത്തരവാദികൾ, അല്ലെങ്കിൽ അവരങ്ങനെയുള്ളവരായി തീരുന്നതിൻ്റെ ഉത്തരവാദികളിൽ ഈ പറയുന്ന സുരേഷ് ഗോപി അടക്കം ഉൾപ്പെടും. അതുകൊണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം വ്യക്തി എന്ന നിലയിൽ നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ SC/ST വകുപ്പ് ഉന്നതരായ ബ്രാഹ്മണരോ നായിഡുവോ ഒക്കെ ഭരിക്കണം, അതല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനാവണം. ഇതൊക്കെ പരസ്യമായി സമൂഹ മധ്യത്തിൽ പറയുന്ന ആ നിലയ്ക്ക് ഈ നിലയ്ക്ക് നമുക്ക് ഈ പറയുന്ന അബ്സേർഡാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ആഗ്രഹങ്ങളായി പുറത്തു പറയുന്ന ഒരു നേതാവാണ് അദ്ദേഹം നായകനായി അഭിനയിച്ച സിനിമയാണിത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം, ഈ നിലയ്ക്കുള്ള ചിന്തകളെ ഈ നിലയ്ക്ക് പ്രസരിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, സാംസ്കാരിക നായകരെന്ന് വിളിക്കുന്ന ആളുകളുടെ അങ്ങേയറ്റത്തെ മൗനമാണ്. ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നിരിക്കെ ഒരൊറ്റ മനുഷ്യൻ മിണ്ടുന്നതായിട്ട് കേരള ഹൈക്കോടതിക്കകത്ത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കാര്യം നടക്കുന്നതിനെക്കുറിച്ച് ചർച്ചയെ വലിയ തോതിൽ നടക്കുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്ന സാഹചര്യം. ഇതിലകത്തൊരു കാര്യമുണ്ട്. ഈ സാധാരണ ഞാൻ നേരത്തെ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കോടതി ഇതിലിപ്പോൾ വില്ലൻ്റെ പേര്, കുഴപ്പക്കാരൻ്റെ പേരല്ലല്ലോ ജാനകി എന്നിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചതിലെ ഒരു കുഴപ്പം നമ്മളന്ന് പറഞ്ഞു. നമ്മളപ്പം വീണ്ടും നമ്മൾ ആശ്വസിച്ചത് ഒരുപക്ഷെ കോടതി ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് സംശയങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ നിന്ന് ഇതിലൊരു കമൻറ്റ് വരേണ്ടതുണ്ട് ഇനിയാണെങ്കിലും. കാരണം ഈ വിഷയത്തിൽ അത് ഇതുവരെ വന്നിട്ടില്ല. അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആ കമൻറ്റ് എന്താണെന്ന് കേൾക്കാൻ നമ്മൾ വല്ലാതെ കാത്തിരിക്കുകയാണ്. രാജ്ഭവനുകൾ മുതൽ ഫിലിം സെൻസർ ബോർഡ് ഓഫീസുകൾ വരെ ഭൂരിപക്ഷവാദത്തിനും അതിനെ പിന്തുണയ്ക്കുന്ന പ്രത്യയശാസ്ത്ര ധാരകൾക്കും പരവതാനി വിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം കടന്നു പോകുന്നത്. ഭരണ സംവിധാനത്തിലും സംസ്കാരത്തിലും ഭൂരിപക്ഷവാദം ഉൾച്ചേർക്കാനുള്ള ശ്രമങ്ങളെ ഉത്കണ്ഠയോടെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഈ രണ്ട് സിനിമകൾക്ക് രണ്ട് കോടതികളിൽ നിന്ന് കിട്ടിയ സമീപനം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ RDX എന്നും തോന്നുന്നത് അതേ ആശങ്കയാണ്. അംഗീകരിക്കാനാകാത്ത കാര്യങ്ങൾ പൊതുബോധമായി ഉറപ്പിക്കുന്നു, വഴങ്ങിക്കൊടുക്കാൻ കലാകാരന്മാരെയും സമൂഹത്തെയും ശീലിപ്പിക്കുന്നു, സമ്മതങ്ങൾ നിർമ്മിക്കപ്പെടുന്നു, ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷ സമൂഹത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങളെ തന്നെ പരിഹാസ്യമാക്കുന്ന ഇത്തരം ശീലനിർമ്മാണങ്ങൾക്കെതിരെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് പ്രതിരോധം ഉയർന്നു വരണം എന്ന് തന്നെയാണ് RDX കരുതുന്നത്. അടുത്ത വിഷയത്തിലേക്ക്.